ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാനും ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ്, അപ്പം ഞാൻ ഷോപ്പുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ വീഡിയോയിൽ എല്ലാത്തിലും കാണിക്കാറുണ്ട് നമ്മുടെ ഷോപ്പ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ ഒന്ന് തുറന്നില്ല കേട്ടോ, ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മെല്ലെയാണ് കേട്ടോ വന്ന് ഷോപ്പ് തുറന്നത്. അല്ലെങ്കിൽ എപ്പോഴും രാവിലെ തന്നെ എണിച്ച് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി അപ്പം തന്നെ ഷോപ്പ് തുറക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ സാരിയിലാണ് കേട്ടോ. അപ്പോൾ സാരി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് പറയുന്നത് സാരിയാണ്. അപ്പോൾ എനിക്ക് സാധാരണ നോർമലായി വീട്ടിലിരിക്കുമ്പോഴൊക്കെ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സാരിയിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പ് രാവിലെ തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും എല്ലാ പണികളും കുറച്ച് മെല്ലെയായിട്ട്, അപ്പോൾ എന്തായാലും സമയമായി. അപ്പോൾ ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ പൊടിയൊക്കെ തട്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ മേലിൽ കുറച്ച് മാറാലൊക്കെ പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയിൽ. അത് എപ്പോഴും കാണില്ല കേട്ടോ, ഇടുക്കിലൊക്കെ നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിട്ടു. അപ്പോൾ അങ്ങനെ ഷോപ്പിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. പിന്നെ നമുക്ക് അടുക്കളയിൽ പാചക വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടി വയ്ക്കാം, എന്നിട്ട് നമുക്ക് അടുക്കളയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിനി കുക്കിംഗ് വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഷോപ്പിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു, ഇനി നമുക്ക് അടുക്കളയിൽ പോയി അടുക്കള വിശേഷങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെച്ച ശേഷമാണ് നമ്മൾ ഷോപ്പിൽ പോയി ഷോപ്പ് തുറക്കാനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുറച്ച് നേരം കഴിഞ്ഞത് നിവർത്തി ഇളക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം നമുക്കിന്ന് അയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അയില 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയില ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അയില എങ്ങനെ ഒരു നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഫ്രൈ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുള്ള മസാലകൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇതിനുള്ളത്. എപ്പോഴും നമ്മൾ സാധാ പോലെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ, അധികവും വെറുതെ ഉപ്പ് മുളക് ഇട്ടിട്ട് അങ്ങനെ വറുക്കാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മസാല തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയുള്ളിയും വേണം കേട്ടോ. അപ്പോൾ ഇതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് നമ്മളിന്ന് അരച്ച് എന്താ പറയുക മസാലയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഈ അയിലേക്ക് വേണ്ടത്. ഇതാ കണ്ടില്ലേ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അയില എന്ന് പറയുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുമല്ലോ, അയില കഴിച്ചാൽ ചിലർക്ക് ഗ്യാസ് ട്രബിളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കുരുമുളകും ജീരകവും ഇഞ്ചി അതൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ അയില ഗ്യാസ് ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ചേർത്ത് അരച്ച് മസാലയാക്കിയിട്ട് നമ്മൾ വറക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു മസാല കേട്ടോ. അപ്പോൾ അത് എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ പറ്റില്ല. പിന്നുള്ളത് വലുതാണ്, വലുതിൽ ഇത് ഇട്ടാൽ നന്നായി അരഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മിയിൽ അരയ്ക്കാൻ വിചാരിച്ചു. പിന്നെ അതുമല്ല, അമ്മിയിൽ അരയ്ക്കുക പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലോ. അമ്മിയിൽ അരച്ച് കഴിക്കുന്നതിന് എന്തായാലും മിക്സിയിൽ അരക്കണേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കേട്ടോ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കണേക്കാളും എന്തായാലും ടേസ്റ്റ് നമ്മുടെ നാടൻ അമ്മിയിൽ അരച്ച് വെക്കുന്നതിന് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മിയിൽ മസാലയൊക്കെ അരയ്ക്കാം.
അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൽ മുളകൊന്നും എടുത്തിട്ടില്ല, മുളക് പൊടി എടുക്കണം, ഇതിന് ആവശ്യത്തിന് ഉപ്പും എടുക്കണം കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുറച്ച് കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും ഉണ്ടാവും, പോരാത്തതിന് നമുക്ക് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണല്ല, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 1 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിറവറയുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല മയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇതാണ് നമുക്ക് മീനിലേക്കുള്ള എന്താ പറയുക മസാല കേട്ടോ. നല്ല അടിപൊളി മണമാണ് കേട്ടത്, സൂപ്പർ മണമാണ്. അപ്പോൾ ഇത് നമുക്ക് അയില മീൻ ഓരോന്നായിട്ട് എല്ലാത്തിലും നമുക്ക് തേച്ച് വയ്ക്കാം കേട്ടോ. നല്ല വലിയ മീനായതുകൊണ്ട് 1/2 കിലോ പറഞ്ഞാൽ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മീന് 2 പീസാക്കി അവിടെ നിന്ന് തന്നെ നേരാക്കി കൊണ്ടുവന്നായിരുന്നു, അതാണ് ഞാൻ നേരാക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ക്ലീൻ ചെയ്ത് വെട്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വറക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, മസാല പരത്തി വറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ മീനും ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലൊക്കെ ആവുന്ന പോലെ നന്നായി തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് വലിയ മീനായതുകൊണ്ട് നന്നായി വരഞ്ഞു വിടണം കേട്ടോ, അപ്പോഴേ ഉള്ളിലൊക്കെ മസാല നന്നായി പിടിക്കുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ അയില ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിലാണ് വറുക്കുന്നത്. അപ്പോൾ പാൻ വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മീനുകൾ ഓരോന്നായി നമുക്കിത് വെച്ച് വറുത്തെടുക്കാം കേട്ടോ. ഇത് എണ്ണയിലിടുമ്പോൾ തന്നെ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയും നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മീനും ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുക നല്ലത്, വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ എല്ലാ മീനും ഞാനിതുപോലെ എണ്ണയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മേലെ അങ്ങനെ തേച്ച് കൊടുത്തു കേട്ടോ. ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മസാല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഉള്ളിൽ കരിഞ്ഞിട്ടുണ്ടാവില്ല, പുറമേ ഉള്ളത് മാത്രം കേട്ടോ. അത് കുറച്ച് പെട്ടെന്ന് നമുക്കിങ്ങനെ കരിഞ്ഞ പോലെ തോന്നും കേട്ടോ, പക്ഷേ മീനുള്ളിലൊന്നും കരിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, അങ്ങനെയാണ്. അത് ഈ മസാല അങ്ങനെ തന്നെയാണ് കേട്ടോ, ഉള്ളിയൊക്കെ അരയ്ക്കുന്നത് കൊണ്ടേ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഞാൻ ചുറ്റും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അയില മീനൊക്കെ ഇതാ റെഡിയായി വരുന്നുണ്ട്. ഒരു ഭാഗമൊക്കെ നന്നായി വെന്തു കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ കുറച്ച് കറുപ്പടിച്ചത് കണ്ടില്ലേ, കുറച്ച് കരിഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് അങ്ങനെയാണ്, എന്താണ് പറയുക, ഉള്ളിയില്ലേ എണ്ണയിലിട്ടുമ്പോൾ ഇങ്ങനെ കരിഞ്ഞ പോലെ വരും കേട്ടോ, പക്ഷെ അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ മീനുകളും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മണമില്ല, സഹിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും സൂപ്പർ മണമാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ അടിപൊളിയായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയുണ്ടെന്നറിയോ കഴിക്കാനായിട്ട്. നമ്മൾ പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചത്, പരിപ്പും തക്കാളി ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് വെച്ചത് കേട്ടോ. പിന്നെ അയില വറുത്തതുണ്ട്, പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് തേങ്ങാ ചമ്മന്തി വേണം പറഞ്ഞിട്ട് തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുമാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ സോയാബീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സോയാബീൻ മസാല അത് ഇനി ഒരു ദിവസം നമ്മളതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. സോയാബീൻ നല്ല ഇറച്ചിക്കറി പോലെ വെച്ചതാണ് കേട്ടോ, ചിക്കൻ കറി കഴിക്കില്ലേ അതേപോലെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇനി ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പം നല്ല അടിപൊളി ഊണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അയില വറുത്തതും കൂട്ടിക്ക് ചോറൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഷോപ്പിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് നേരം ആടിക്കൊണ്ടിരുന്നു. ഇതിൽ ആടുമ്പോൾ എന്താണെന്നറിയോ, തല ചുറ്റണ പോലൊരു ഫീലാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവന് കുറച്ച് നേരം ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. ഒരുപാട് സ്പീഡിലൊന്നും ആടില്ല, എന്നാലും ഇങ്ങനെ ആടുമ്പോൾ ചെറുതായിട്ട് എനിക്കൊരു തല കറങ്ങുന്ന പോലെ ഒരു തോന്നലുണ്ട് കേട്ടോ. പിന്നെ മോൾക്കാണെങ്കിൽ ചോറ് വേണ്ട പറഞ്ഞിട്ട്, അവൾക്കൊന്നും സുഖമില്ല, പീരിയഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ വിളിച്ചപ്പോൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
പിന്നെ അവൾക്കാണെങ്കിൽ വായിക്കൊന്നും പിടിക്കുന്നില്ല. ഈ സമയത്ത് 3-4 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവൾക്ക് എന്തോ കേക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ പോയി ബേക്കറി പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബേക്കറി പോയി കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അവൾ പറഞ്ഞ കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡോണറ്റ് പറഞ്ഞ സാധനമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. റൗണ്ടായിട്ടൊരു സംഭവമില്ലേ, അതാണ് കേട്ടോ. പിന്നെ അതും പിന്നെ ഒരു ഐസ്ക്രീം വേണം പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കപ്പ് കേക്ക് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബേക്കറി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി വേഗം വാങ്ങിയിട്ട് വരും കേട്ടോ. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാധാ പോകുന്ന കടയില്ലേ, അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന് മോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറൊക്കെ കഴിച്ചത്. ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ 4 മണിയായിട്ടാണ് മോള്. അപ്പോൾ ഇന്ന് എന്തായാലും അതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിനൊക്കെ കഴിക്കും. ഇങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് വായിക്കൊന്നും പിടിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോൾ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിട്ടു. അപ്പോൾ എല്ലാം അവിടെ അടിച്ചു വിട്ട് കൈയോടെ ഒന്ന് തുടച്ചും വിട്ടു കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ അടിക്കലും തുടയ്ക്കലൊക്കെ വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം ചെയ്യണം നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും വിളക്ക് വെക്കാൻ പോകുമ്പോൾ അങ്ങനെ അടിച്ച് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് സമയമായി, പാല് വരാൻ സമയമായി കേട്ടോ. അപ്പോൾ അതാ പാലൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. ഇവിടെ 5:30 ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ പാല് വരാൻ. ഇനി പാല് വന്നിട്ട് ഇനി ചായ വെക്കണം. ചായ കുടിച്ചിട്ട് പിന്നെ പണികളൊന്നുമില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഷോപ്പ് അടച്ച ശേഷമാണ് പിന്നെ രാത്രിക്കൽ എന്തെങ്കിലും ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ ഷോപ്പ് അടയ്ക്കാൻ സമയമായി 7:30 7:45 തോന്നുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഷോപ്പ് അടയ്ക്കുന്നത്. മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ, മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ തന്നെ അടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ ഷോപ്പൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ അടുത്തുള്ളൊരു LIC ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ LIC അടച്ചിട്ട് അതിൻ്റെ ബില്ല് കൊണ്ടുവന്ന് തരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ഷോപ്പൊക്കെ അടച്ച് അകത്തേക്ക് പോയി. പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ, കോൺ ക്യാപ്സ്. അത് വന്നിട്ട് മോളുടെ കാലിൻ്റെ അടിയിൽ ഒരു കുരു പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡേജാണ് കേട്ടോ, മരുന്നൊക്കെ ഉള്ള ബാൻഡേജാണ്. അപ്പോൾ കുരു ഭയങ്കര വേദന കേട്ടോ മോളുടെ കാലിൻ്റെ അടിയിൽ. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ 4 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ദിവസം വെക്കണം. അപ്പോൾ വെച്ചാൽ കുരു അങ്ങനെ തന്നെ അത് അടർന്നു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 2-3 ദിവസം ഇത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നിട്ട് 4 ഉണ്ട് കേട്ടോ. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ ഈ 4 വെക്കണം. അപ്പോഴേ അത് അങ്ങനെ പോകുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ പിന്നെ മാറിയില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുരുവുള്ള ഭാഗത്ത് അത് അങ്ങനെ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഒരു മരുന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടില്ലേ, ഒരു കറുപ്പ് സംഭവം കണ്ടില്ലേ 2ാമത്തെ വിരലിൻ്റെ അടിയിൽ. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പോണേ. അപ്പോൾ 2 ഭാഗത്തും പശയുണ്ട്. സാധാ നമ്മുടെ ബാൻഡേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 2 സൈഡ് ഇതുപോലെ കീറിയിട്ട് ആ മരുന്ന് സെൻറ്ററിലൊരു റൗണ്ടിൽ ഇങ്ങനെ മരുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ 2 ഭാഗത്തും പശയുണ്ട്. അപ്പോൾ അത് 2ഉം എടുത്തു കഴിഞ്ഞാൽ നടുവിൽ ഒരു റൗണ്ടായിട്ട് അതിലൊരു മരുന്ന് സംഭവമുണ്ട്. ആ മരുന്ന് ഈ മുറിയിൽ തട്ടുന്ന പോലെ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അതിപ്പോൾ വെളിച്ചത്തിൽ അറിയണില്ല കേട്ടോ, ഫുൾ വെള്ളയായിട്ടാണ് അറിയണത്. അതൊരു റോസ് കളറിലുള്ളൊരു മരുന്നാണ് കേട്ടോ. ഇങ്ങനെ അത് കണ്ടില്ലേ, റോസ് കളറിലൊരു പൊട്ട് പോലെ. ആ പൊട്ട് വന്നിട്ട് മുറിയിൽ കറക്റ്റായിട്ട് തട്ടണം. എന്നിട്ട് അതങ്ങനെ ടൈറ്റായിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഒട്ടിക്കുമ്പോഴേക്കും ഭയങ്കര വേദനയുണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ ഒരു നിലവിളിച്ചു കേട്ടോ. പിന്നെ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 ദിവസം ഇതുപോലെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ആ മുറി അങ്ങനെ അടർന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ.